ഒരു കുട്ടി വായ തുറന്നുറങ്ങുക, കൂർക്കം വലിക്കുക, ഇതും എക്സാമിലെ മാർക്ക് കുറയുന്നതും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? 3 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം. ഇത് കാരണമുള്ള സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് അഥവാ വായ തുറന്നു വെച്ച് ഉറങ്ങുക, കൂർക്കം വലിക്കുക, ഞെട്ടിയുണരുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്കൂൾ പെർഫോമൻസിനെ ബാധിച്ചേക്കാമെന്നുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഉദാഹരണത്തിന് 2024 ഇന്ത്യയിൽ വെച്ച് നടത്തുന്ന ഒരു പഠനത്തിൽ അവർ കണ്ടത് ഇത്തരം കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് 24% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് അഡിനോയിഡ്സ്? മൂക്കിൻ്റെ പുറകുവശത്തായി നോർമലി കാണപ്പെടുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് അഡിനോയിഡ് എന്നുള്ളത്. ചില കുട്ടികളിൽ ഈ ഗ്രന്ഥിക്ക് വീക്കം വരാം, അപ്പോഴാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം? ഒന്നാമതായി ശ്വാസതടസ്സം. രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും അത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യാം. കുട്ടി പുറമേക്ക് ഉറങ്ങുന്നതാണെങ്കിലും അവരുടെ ബ്രെയിൻ ഓക്സിജന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇത്തരം കുട്ടികളിൽ അവരുടെ IQ പോയിൻറ്റ്സ് 10 മുതൽ 15 പോയിൻ്റ് വരെ കുറയുന്നതായി പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഡേ ടൈമിൽ അമിതമായ ഉറക്കം, അമിതമായ ക്ഷീണം, ദേഷ്യം, വാശി, ADHD പോലുള്ള ലക്ഷണങ്ങൾ, ശ്രദ്ധക്കുറവ് തുടങ്ങിയവ കാണപ്പെടുന്നു. വീക്കം വന്ന അഡിനോയിഡ് ഗ്രന്ഥി ബാക്ടീരിയയുടെ റിസർവോയറായി മാറാം. അതിലൂടെ ഇടയ്ക്കിടയ്ക്കുള്ള പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയവ ഉണ്ടാവാം. ഇതുമൂലം കുട്ടിക്ക് എപ്പോഴെപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളും വേണ്ടി വന്നേക്കാം. അഡിനോയിഡ് വീക്കം മൂലം ചെവിയിലേക്കുള്ള ട്യൂബുകൾ ബ്ലോക്ക് ആകപ്പെടുന്ന കാരണം ചെവിയിൽ നീർക്കെട്ടുണ്ടാവുകയും അതിലൂടെ കേൾവിയെയും അത് ബാധിച്ചേക്കാം. പലപ്പോഴും ഇത്തരം കുട്ടികൾ പറഞ്ഞത് കേൾക്കാത്തത് അനുസരണക്കേട് കൊണ്ടായിരിക്കില്ല, കേൾവിക്കുറവുണ്ടാവാം. ദീർഘകാലം വായ തുറന്നു വെച്ച് ഉറങ്ങുന്നതിലൂടെ അത് മുഖത്തിൻ്റെ വളർച്ചയെ ബാധിക്കാം. താടിയെല്ലുകൾ നീളം വെക്കുക, പല്ല് നിര തെറ്റുക, എപ്പോഴും വായ തുറന്നു നിൽക്കുന്ന അവസ്ഥയിലേക്കും ഇത് നയിച്ചേക്കാം. ഉറക്കത്തിലാണ് നമുക്ക് നോർമലി ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഉറക്കം അഫക്റ്റഡ് ആയത് കാരണം അവരുടെ ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ വലുതാവുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. കൃത്യസമയത്ത് നിങ്ങളൊരു പീഡിയാട്രിഷ്യനെ അല്ലെങ്കിൽ ENT സർജനെയോ കണ്ട് ഒന്നെങ്കിൽ എക്സ്റേ എടുത്തോ അല്ലെങ്കിൽ നേസൽ എൻഡോസ്കോപ്പിയിലൂടെ ഡയഗ്നോസ് ചെയ്യുകയും അതേപോലെ ഗ്രേഡ് ചെയ്യുകയും ചെയ്യുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നേസൽ സ്പ്രേ രൂപത്തിൽ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ സർജറി, അഡിനോഡക്ടമിയും ചെയ്ത് കുട്ടിയെ ട്രീറ്റ് ചെയ്യാം. ഇതിലൂടെ അവരുടെ പഠനത്തിൽ, വളർച്ചയിൽ, സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം.